കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണനാണ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 18ാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്റർ കേട്ടോ. അതിൻ്റെ കുഞ്ഞായി മാറുന്ന കോശങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മൾ അതിൻ്റെ 3 പാർട്ട് ഇട്ടതാണ് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. നമ്മൾ അതിൻ്റെ 3 പാർട്ടും ഇംഗ്ലീഷും മലയാളവും കൂടെ ആണ് നോട്ട് ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, അതായത് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും എഴുതത്തക്ക രീതിയിലാണ് നോട്ട് തന്നിരിക്കുന്നത്. നമ്മൾ ഇനി പേജ് നമ്പർ 298 കണ്ടോ, കോശ വിഭജനം കണ്ടോ. ഇവിടെ മുതലാണ് ഇനി നമ്മൾ നോട്ട് തരാനുള്ളത്. കണ്ടോ നിങ്ങളെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. അതിനകത്തിലെ 1ാമത്തെ ചോദ്യം, കാരണം നമ്മൾ ടെസ്റ്റ് വായിച്ച് ഇതൂടെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ അടുത്ത പാർട്ടിൽ ഈ ചാപ്റ്റർ ഫുൾ നോട്ട് ഞാനൊക്കെ തരാം കേട്ടോ. ഇതെന്ന് വെച്ചാൽ പാർട്ടായിട്ടാണ് നമുക്ക് തരുന്നത്. ഇത് 4ാമത്തെ പാർട്ടാണ്. പാർട്ട് 5 ഈ ചാപ്റ്റർ ഫുള്ള്. പിന്നെ തന്നെയല്ല കുഞ്ഞുങ്ങളെ, എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം, 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെയൊക്കെ സെപ്പറേറ്റ് എല്ലാത്തിൽ നിന്നും ഫിസിക്സും കെമിസ്ട്രി ബയോളജിയുടെ ഒക്കെ സോഷ്യലിൻ്റെ ഒക്കെ 1 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ അറിയാമല്ലോ. പുതിയതായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞതല്ലോ കേട്ടോ. ചാനൽ നോക്കിയാൽ അറിയാം. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയൊക്കെ എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇത് പാർട്ട് 4 നിങ്ങളെ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഏകകോശ ജീവികളിൽ കോശ വിഭജനം നടന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു ചോദ്യം ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്കും ഉണ്ട് വേണ്ടോ. ഏകകോശ ജീവികളിൽ കോശ വിഭജനം നടന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻ വെൻ ദ സെൽ ഡിവിഷൻസ് occurs in unicellular organism? ചോദ്യം കണ്ടോ. When cell divisions occurs in unicellular organism, the single cell divide to form 2 new independent organism. Thus, in unicellular organism, cell division is a means of reproduction, not growth. എന്ന് വെച്ചാൽ ഏകകോശ ജീവികളിൽ കോശ വിഭജനം നടക്കും. ഈ ഏകകോശ ജീവിയൊക്കെ എന്തോന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തോ അമീബ, പാരാമീസിയം, യൂഗ്ലിന ഓർമ്മയുണ്ടോ? അങ്ങനെയൊക്കെയുള്ളത്. അമീബയൊക്കെ ഓർമ്മയില്ല നിങ്ങൾ? ഏകകോശ ജീവികൾ. അങ്ങനെ ഏകകോശ ജീവികളിൽ കോശ വിഭജനം നടക്കുമ്പോൾ ഒറ്റ കോശം വിഭജിച്ച് 2 പുതിയ ജീവികളെ സൃഷ്ടിക്കുന്നു. പടമൊക്കെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോശം വിഭജിച്ചിട്ട് 2 പുതിയ ജീവികളെ സൃഷ്ടിക്കുന്നു. അതിനാൽ ഏകകോശ ജീവികളിൽ കോശ വിഭജനം വളർച്ചയ്ക്കുള്ളതല്ല, പ്രത്യുൽപാദനത്തിനുള്ള ഒരു മാർഗമാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. എന്താ പറഞ്ഞത്? ഈ ഏകകോശ ജീവി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏകകോശ ജീവി, ഈ ജീവികളിൽ കോശ വിഭജനം നടക്കുമ്പോൾ, ഒരു കോശമേ ഉള്ളൂ അല്ലേ? ആ കോശം വിഭജനം നടക്കുമ്പോൾ, അതായത് ഒറ്റ കോശം വിഭജിച്ച് 2 പുതിയ ജീവികളെ സൃഷ്ടിക്കുന്നു. ഒരു കോശം വിഭജിച്ച് 2 പുതിയ ജീവികളെ സൃഷ്ടിക്കുന്നു. അതിനാൽ ഏകകോശ ജീവികളിൽ നോക്കണേ കുഞ്ഞുങ്ങളെ, കോശ വിഭജനം വളർച്ചയ്ക്കുള്ളതല്ല, നോട്ട് ഗ്രോത്ത്. പിന്നെയോ എന്തിനാ? പ്രത്യുൽപാദനത്തിനുള്ള ഒരു മാർഗമാണ് കേട്ടോ. അതാണ് നോട്ട് ഗ്രോത്ത്, മീൻസ് ഓഫ് റീപ്രൊഡക്ഷൻ കേട്ടോ. പ്രത്യുൽപാദനത്തിനുള്ള ഒരു മാർഗമാണ്. 3 മാർക്കിൻ്റെ നല്ലൊരു ചോദ്യം അത് കേട്ടോ. ഏകകോശ ജീവികളിൽ കോശ വിഭജനം നടന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. ഇനി എൻ്റെ തൊട്ട് താഴെ നോക്കുന്നില്ല, ജീവജാലങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രക്രിയകൾ ഏതെല്ലാം? ജീവജാലങ്ങൾ അല്ലേ, നമ്മളെല്ലാം ജീവികളാണ് അല്ലേ? ഈ ജീവജാലങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന പ്രക്രിയകൾ. സ്റ്റേറ്റ് ദ പ്രോസസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഇൻ ലിവിങ് ഓർഗാനിസം. എന്തൊക്കെ വേണം? 3 കാര്യങ്ങൾ വേണം കേട്ടോ. മലയാളം ഇംഗ്ലീഷും ഉണ്ടോ നിങ്ങൾ അവനവൻ്റെ എഴുതിയെടുക്കുക. സെൽ ഡിവിഷന്, സെൽ ഗ്രോത്ത്, സെൽ ഡിഫറൻഷിയേഷൻ കേട്ടോ. ഡിഫറൻഷിയേഷൻ ഓക്കെ. സെൽ ഡിവിഷൻസ് കോശ വിഭജനം, സെൽ ഗ്രോത്ത് കോശ വളർച്ച, സെൽ ഡിഫറൻഷിയേഷൻ എന്ന് വെച്ചാൽ കോശ വൈവിധ്യവൽക്കരണം കേട്ടോ. കോശ വൈവിധ്യവൽക്കരണം, കോശ വിഭജനം, കോശ വളർച്ച, കോശ വൈവിധ്യവൽക്കരണം കേട്ടോ. നമ്പർ മുമ്പ് നമ്മളായി എഴുതിയതിൻ്റെ ബാക്കിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. നമ്പർ ഞാൻ ഇതിന് ഇട്ടിട്ടില്ല, ഈ ഡോട്ട് ഇട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആ ബാക്കി നമ്പറായിട്ട് അങ്ങ് ഇടണേ കുഞ്ഞുങ്ങൾ കേട്ടോ. അടുത്ത പാർട്ടിൽ ഞാൻ ഫുൾ നോട്ടായിട്ട് കാണിക്കാം. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ ഇതിനകത്ത് എഴുതിയേക്കുന്നത്. ഒരുവിധമുള്ള എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത്, കാരണം ഇത് വലിയൊരു ചാപ്റ്ററാണ് കേട്ടോ. വലിയൊരു ചാപ്റ്ററാണ്. നമ്മൾ ഒറ്റയടിക്ക് ഇത് തീരണമെന്നൊക്കെ വിചാരിച്ചാൽ 1, 2, 3 ഇതിപ്പോൾ 4 അല്ലേ. പക്ഷേ 5 പാർട്ട് ഉണ്ടെങ്കിൽ ഇത് തീരുമെന്ന് തോന്നുന്നു. നോക്കൂ നിങ്ങളടുത്ത്, വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ? നമ്മൾ നമ്മുടെ ജീവജാലങ്ങളുടെ വളർച്ചയ്ക്ക് 3 ഘടകങ്ങൾ വേണമെന്ന് പറഞ്ഞു. സെൽ ഡിവിഷനും സെൽ ഗ്രോത്തും സെൽ ഡിഫറൻഷിയേഷനും അല്ലേ. ഡിഫറൻഷിയേഷൻ TIA ആട്ടോ. അപ്പോൾ ആ കോശ വിഭജനം 1ാമത്തെ കോശ വിഭജനം കണ്ടോ, സെൽ ഡിവിഷനാണ് കേട്ടോ. സെൽ ഡിവിഷൻ കോശ വിഭജനം കണ്ടല്ലോ. അപ്പോൾ ഈ കോശ വിഭജനം 2 രീതിയിൽ ജീവികളിൽ സംഭവിക്കുന്നുണ്ട്.
കോശവിഭജനം 2 രീതിയിൽ ജീവികളിൽ നടക്കുന്നുണ്ട്. ഏതെല്ലാം? ഒന്നാമത്തെ പേര് നോക്കട്ടെ കുഞ്ഞുങ്ങളെ, മിറ്റോസിസ്. കേട്ടോ, MI എടുത്തോ. മൈറ്റോസിസ് എന്ന് പറയാം, കുറച്ചുകൂടെ അതാന്ന് തോന്നുന്നു. മൈറ്റോസിസും മിയോസിസും. കേട്ടോ, MI ആയതുകൊണ്ട് മൈറ്റോസിസ് എന്ന് വെച്ചാൽ ക്രമഭംഗം. മലയാളം എന്താ? ക്രമഭംഗം. മൈറ്റോസിസ്. മിയോസിസ് ഊനഭംഗം. കേട്ടോ, ഊന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഈ മോണ അല്ലേ, ഊന അങ്ങനെ. പക്ഷേ ഇവിടെ അതൊന്നും അല്ല. ഊനഭംഗം എന്ന് വെച്ചാൽ മിയോസിസ്. മൈറ്റോസിസും മിയോസിസും. എന്തോ ഈ മൈറ്റോസിസ് ഇല്ലയോ, പേര് തന്നെ എന്തോ ഇത്. അതായത് ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ഈസ് കാൾഡ് മൈറ്റോസിസ്. അതായത് വളർച്ചയെ സഹായിക്കുന്ന ഒരു കോശ വിഭജനം. ഒരു മാർക്കിനൊക്കെ ചോദിക്കാം കുഞ്ഞുങ്ങളെ, വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജനമാണ് മൈറ്റോസിസ്. ഒരു മാർക്കിന് ചോദിച്ചാൽ എഴുതിക്കോണേ കേട്ടോ. ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജനമാണ് മൈറ്റോസിസ്. അങ്ങനെയാണെങ്കിൽ മിയോസിസോ? ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ഈസ് കാൾഡ് എന്താ? മിയോസിസ് അല്ലേ. ബീജകോശങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്ന കോശ വിഭജനമാണ് ഏതാ? ഊനഭംഗം. പേര് നോക്കണേ നിങ്ങളെ. ക്രമഭംഗം എന്ന് വെച്ചാൽ വളർച്ചയെ സഹായിക്കുന്ന ഒരു കോശ വിഭജനമാണ് ഏതാ? മൈറ്റോസിസ് അല്ലെങ്കിൽ ക്രമഭംഗം. പക്ഷേ ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജകോശങ്ങളുടെ രൂപീകരണത്തെ സഹായിക്കുന്ന കോശ വിഭജനമാണ്. തിരിഞ്ഞു പോകല്ലേ, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡിഫറൻസോ വല്ലതൊക്കെ ചോദിക്കാം. എന്ത് ചോദിച്ചാലും നമ്മുടെ പിള്ളേർ എഴുതിക്കോണം കേട്ടോ. ഓക്കെ ആണേ. മൈറ്റോസിസും മിയോസിസും ഓക്കെ ആണേ കുഞ്ഞുങ്ങളെ. അടുത്ത നമ്മളിപ്പോൾ 2 എണ്ണത്തിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി അതിനെക്കുറിച്ച് പറയാമെങ്കിൽ നോക്കിക്കേ. അതായത് ദ 2 സ്റ്റേറ്റ്സ് ഓഫ് ഈ മൈറ്റോസിസ് എന്ന് വെച്ചാൽ സെൽ ഡിവിഷൻ്റെ കോശ വിഭജനം 2 രീതിയിലുണ്ട്, മൈറ്റോസിസും മിയോസിസും. ഇനി ഈ മൈറ്റോസിസ് 2 ഘട്ടങ്ങളിലുണ്ട് കുഞ്ഞുങ്ങളെ. നമ്മളിനി ഓരോന്നിനെ കുറിച്ചാണ്. മൈറ്റോസിസ് ആണ് ക്രമഭംഗം 2 ഘട്ടങ്ങളിലുണ്ട്. ആ പേര് നോക്കിയേ, ക്യാരിയോ. ആ പേര് നോക്കണേ, കൈനസിസ്. ക്യാരിയോ. പ്രോക്യാരിയോട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ക്യാരിയോ, പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ ക്യാരിയോ കൈനസിസും സൈറ്റോകൈനസിസും. കേട്ടോ, ക്യാരിയോ കൈനിസിസും സൈറ്റോകൈനിസിസും. അതായത് മർമ്മ വിഭജനമെന്നും കോശദ്രവ്യ വിഭജനമെന്നും മൈറ്റോസിസിനെ 2 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. പേരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോണേ കുഞ്ഞുങ്ങളെ. നമ്മൾ മൈറ്റോസിസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൈറ്റോസിസ് 2 ഘട്ടങ്ങളിലായിട്ടാണ്, ക്യാരിയോ കൈനസിസ് എന്നും സൈറ്റോകൈനസിസ് എന്നും. കേട്ടോ, മർമ്മ വിഭജനമെന്നും കോശദ്രവ്യ വിഭജനമെന്നും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തോ ഈ ക്യാരിയോ, എന്ത് ചോദിച്ചാലും എന്തുവാന്നുണ്ടല്ലേ. ക്യാരിയോ കൈനസിസ് എന്നൊക്കെ വെച്ചാൽ എന്തുവാ ഇല്ലയോ, ഇത് എന്തൊരു പേരാ ഇല്ലയോ നിങ്ങളെ. മർമ്മ വിഭജനം എന്നാൽ എന്താണ്? മർമ്മ വിഭജനം എന്നാൽ എന്താണ്? അതിൻ്റെയും സ്റ്റേജുകളുണ്ട് കേട്ടോ. അത് ഓരോ സ്റ്റേജായിട്ടാണ്. ഡിഫറെൻറ്റ് സ്റ്റേജ് ഓഫ് കാരിയോകൈനസിസ്. കാരിയോകൈനസിസ് ഇസ് ദ ഡിവിഷൻ ഓഫ് ദ ന്യൂക്ലിയസ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ. അതായത് മർമ്മ വിഭജനം എന്ന് കേട്ടാൽ, മർമ്മ വിഭജനം എന്നത് കോശ വിഭജന സമയത്ത് മർമ്മത്തിൻ്റെ വിഭജനം നടക്കുന്ന പ്രക്രിയയാണ് മർമ്മ വിഭജനം എന്നത് അല്ലേ. ഒന്നാമത്തെയാണ് കേട്ടോ. ഒന്ന് തിരിഞ്ഞു പോകല്ലേ. നമ്മൾ പഠിക്കുന്നത് മൈറ്റോസിസ് ആണ്. അതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, കാരിയോ കൈനസിസ് എന്നും സൈറ്റോകൈനസിസ് എന്നും. ഈ കാരിയോ കൈനസിസ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് അതിൻ്റെ മലയാളമാണ് മർമ്മ വിഭജനം. മർമ്മ വിഭജനം എന്നത് കോശങ്ങൾ വിഭജിക്കുമല്ലോ അല്ലേ. കോശ വിഭജന സമയത്ത് അല്ലേ, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ അല്ലേ, കോശ വിഭജന സമയത്ത് മർമ്മത്തിൻ്റെ വിഭജനം നടക്കുന്ന പ്രക്രിയയാണ് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലേ, മർമ്മത്തിൻ്റെ വിഭജനം നടക്കുന്നതാണ് മർമ്മ വിഭജനം. ഏത് സമയത്താണ്? കോശ വിഭജന സമയത്ത് കേട്ടോ. ഇനി അതിൻ്റെ സ്റ്റേജ് ചോദിച്ചിട്ടുണ്ട്. ഏതാ? കാരിയോ കൈനസിസിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജുകൾ ഏതെല്ലാമാണ്? പല ഘട്ടങ്ങളുണ്ട്. ടെസ്റ്റിൽ അത് പ്രിൻ്റ് നമ്മുടെ പാഠം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ പഠിക്കണം. ഞാൻ പേരേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. 1 പ്രോഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. എല്ലാം ഫേസ് ആണ്. PHAC. പ്രോ, മെറ്റ, അന, ടെലി. കേട്ടോ, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഞാൻ ഇതിനെക്കുറിച്ച് മറ്റൊരിടത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതാഞ്ഞത്. പേര് പഠിച്ചോണം. ഈ ഫേസ് ഒക്കെ എന്തോത്തിൻ്റെയാ?
കാരിയോകൈനസിസിൻ്റെയാണ്, മർമ്മ വിഭജനത്തിൻ്റെ ഘട്ടങ്ങളാണ് ഇതെല്ലാം. ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് മറന്നു പോകരുത് കേട്ടോ. മൈറ്റോസിസിൻ്റെ രണ്ടെണ്ണമാണ്, കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. കാരിയോകൈനസിസ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. അതിൻ്റെ ഫേസുകൾ 4 ഫേസ് ഉണ്ട് കേട്ടോ. ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ആ പടം നല്ലതുപോലെ നോക്കി പഠിച്ചിരിക്കണം, പരീക്ഷയ്ക്ക് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത, ഹൗ മെനി ഡോട്ടർ ന്യൂക്ലിയ ആർ ഫോംഡ് ഇൻ 1 ഡിവിഷൻസ്? ഒരു വിഭജനത്തിൽ രൂപപ്പെടുന്ന പുതിയ മർമ്മങ്ങളുടെ എണ്ണം ഒരു വട്ടം വിഭജിക്കുമ്പോൾ അത് 2 ആയിട്ട് അങ്ങ് മാറും. നമ്മുടെ ടെസ്റ്റിൽ അതിനെക്കുറിച്ചൊക്കെ ദാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ കണ്ടോ, ഓരോന്നിനെക്കുറിച്ചും കണ്ടോ, പടം ഉൾപ്പെടെ. എന്താണ് പ്രോഫേസ് കണ്ടോ, എന്താണ് മെറ്റാഫേസ്, എന്താണ് അനാഫേസ്, എന്താണ് ടീലോഫേസ്. ഇത് മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയം അവനവൻ്റെ പഠിച്ചിരിക്കണം കണ്ടോ. ഈ പടം തന്നിട്ട് ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. ക്രൊമാറ്റിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ക്രൊമാറ്റിഡ്, സെൻട്രോമിയർ കണ്ടോ, അതിൻ്റെ നടുക്ക് നമ്മളില്ലേ ടൂൾസൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ അല്ലേ, പ്ലെയർ പോലത്തെ കണ്ടോ, അതൊക്കെ ഓർത്ത് വെച്ചോണേ കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ആൻസറിനകത്ത് എഴുതിയത് കൊണ്ടാണ് ഞാനിത് ഇവിടെ എഴുതാഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു വിഭജനത്തിൽ രൂപപ്പെടുന്ന പുതിയ മർമ്മങ്ങളുടെ എണ്ണം 2 ആണ്. ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി നമ്മൾ പറഞ്ഞു മൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഘട്ടമാണെന്ന് പറഞ്ഞു അല്ലേ. അതിൽ ഒന്നാമത്തെയാണ് കാരിയോകൈനസിസ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതൊക്കെ ഏതൊക്കെ ഫേസ് ആണെന്നാണ്. അടുത്ത എന്താണ് സൈറ്റോകൈനസിസ്? എന്താണ് കോശദ്രവ്യ വിഭജനം എന്നാൽ എന്താണ്? കോശദ്രവ്യത്തിൻ്റെ വിഭജനത്തെയാണ്, മറ്റേ എന്താ നിങ്ങളിവിടെ മർമ്മത്തിൻ്റെ വിഭജനത്തെയാണ് മർമ്മ വിഭജനം അല്ലേ, പഠിക്കാൻ എളുപ്പമല്ലേ. പിന്നെ ഇവിടെ കോശദ്രവ്യത്തിൻ്റെ അല്ലേ, കോശദ്രവ്യത്തിൻ്റെ വിഭജനത്തെയാണ് കോശദ്രവ്യ വിഭജനം എന്ന് പറയുന്നത്. എളുപ്പമല്ലേ അത് പഠിക്കാൻ അല്ലേ. എന്താണ് ഡിവിഷൻസ് ഓഫ് സൈറ്റോപ്ലാസം ഈസ് കാൾഡ് സൈറ്റോകൈനസിസ്. എന്താണ് സൈറ്റോകൈനസിസ് എന്ന് ചോദിച്ചാൽ പറയാൻ അറിയത്തില്ല. എന്താ ഡിവിഷൻസ് ഓഫ്, അപ്പോൾ നോക്കിയോ നിങ്ങളെ, ഡിവിഷൻസ് ഓഫ് സൈറ്റോപ്ലാസം. കോശദ്രവ്യത്തിൻ്റെ വിഭജനത്തെയാണ് കോശദ്രവ്യ വിഭജനം എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാനുള്ളത് ജന്തുകോശത്തിലെ കോശദ്രവ്യ വിഭജനത്തെക്കുറിച്ചൊന്ന് വിശദമാക്കുക. ടെസ്റ്റിനകത്തിലെ ചോദ്യങ്ങൾ നമ്മൾ എഴുതിയേക്കുന്നത് കേട്ടോ. എക്സ്പ്ലെയിൻ അബൌട്ട് സൈറ്റോകൈനസിസ് ഇൻ ആനിമൽ സെല്ലിൽ എങ്ങനെയാണ്. പ്ലാന്റ് സെല്ലിലും ഉണ്ട്, ആനിമൽ സെല്ലിലും ഉണ്ട് കേട്ടോ. ജന്തുകോശങ്ങളിൽ ഇവിടെ നമുക്ക് ആനിമൽ സെല്ലിലെ കോശദ്രവ്യ വിഭജനത്തെക്കുറിച്ചൊന്ന് വിശദമാക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ നിങ്ങൾ 2 പോയിന്റ് നോക്കി. ദ പ്ലാസ്മ മെംബ്രെയിൻസ് ഫോൾഡ് ഇൻവേർഡ്സ് അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ സെല്ല്. ഈ പ്ലാസ്മ സ്തരം ഉണ്ടല്ലോ കോശത്തിൻ്റെ മധ്യഭാഗത്തായി ഉള്ളിലേക്ക് മടങ്ങുന്നു. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് ചെയ്യും? ഇതിനകത്തിൽ മറ്റാണ്ടേ ഇവിടെ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ നിങ്ങളെ, കണ്ടോ പ്ലാസ്മ സ്തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായി ഉള്ളിലേക്ക് മടങ്ങുന്നു. അതുപോലെ തന്നെ നോക്കിയേ തൊട്ട് താഴത്തെ ഈ ഉൾവലിഞ്ഞ പ്ലാസ്മ സ്തരഭാഗങ്ങൾ കൂടിച്ചേർന്ന് കോശദ്രവ്യം എന്ത് വയ്ക്കും നോക്കിയേ അവിടെ ആദ്യമേ അത് കണ്ടോ 8ൻ്റെ കൂട്ടുണ്ടോ, 8ൻ്റെ കൂട്ട് കണ്ടോ 8 കണ്ടോ. പ്ലാസ്മ സ്തരം കോശത്തിൻ്റെ മധ്യഭാഗത്തായി ഉള്ളിലേക്ക് അങ്ങ് മടങ്ങുന്നു. മടങ്ങിയതിന് ശേഷം നോക്കി അവിടെ കൊണ്ടതങ്ങ് സ്പ്ലിറ്റ് ആവാനുള്ള ഒരു ഇവിടെ അങ്ങോട്ടും ഇവിടെ ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആവാനുള്ള ഒരു ത്വരയിൽ നിൽക്കുക. ഉൾവലിഞ്ഞ പ്ലാസ്മ സ്തര ഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഇത് രണ്ടൂടെ കൂടിച്ചേർന്ന് നോക്കിയേ കോശസ്തരം ഇവിടെ വരുമ്പോൾ അങ്ങ് വിഭജിക്കുന്നു. പിന്നെ നോക്കിയേ പുതിയ കോശങ്ങൾ 2ആയിട്ട് അതങ്ങ് മാറുന്നു. മനസ്സിലാക്കിയ പടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ പ്ലാസ്മ മെംബ്രെയിൻ ഫോൾഡ് ഇൻവേർഡ്സ് അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ സെല്ല്. പ്ലാസ്മ കോശത്തിന്റെ മധ്യഭാഗത്തായി ഉള്ളിലേക്ക് മടങ്ങുന്നു. ദ ഇൻവേർഡ്സ് ഫോൾഡഡ് പാർട്ട് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻസ് ഫ്യൂസ് ടുഗദർ ആൻഡ് ദ സൈറ്റോപ്ലാസം ഗെറ്റ്സ് ഡിവൈഡഡ്. ഉൾവലിഞ്ഞ ആ പ്ലാസ്മ സ്തരങ്ങൾ കൂടിച്ചേർന്ന് കോശദ്രവ്യം അവിടെ കൊണ്ടങ്ങ് വിഭജിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേട്ടോ. അത്രയും മതി, അത്രയും മാത്രം എഴുതിയാൽ തോന്നിയില്ലേ. സൈറ്റോ കൈനറ്റിക് ആനിമൽ സെല്ലിൽ എങ്ങനെയാണെന്നാ, അങ്ങനെ അത് 2 ഇതായിട്ട് അങ്ങ് മാറുന്നു എന്നുള്ള. അപ്പം ഇത്ര എഴുതിയാലും മതി. പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പുതിയ ഒരു കോശങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഈ പടത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. വിഭജനം ജന്തുകോശങ്ങളിൽ ഏതാണ്ട് ഇങ്ങനെ വന്നിട്ട് കേട്ടോ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ പടം ഉൾപ്പെടെ നമ്മുടെ ടീച്ചർ നിങ്ങളുടെ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞു തന്നു കാണും ഇല്ലേ. അടുത്ത
ഇനി സസ്യകോശങ്ങളിലാണെങ്കിൽ അതെങ്ങനെയാണ്? സസ്യകോശത്തിലെ കോശദ്രവ്യ വിഭജനം നടക്കുന്നത് എങ്ങനെ? നമ്മൾ ജന്തുവിൻ്റെ ഇപ്പോൾ പറഞ്ഞത് അല്ലേ. ഇനി സസ്യങ്ങളിലോ ദ സെൽ പ്ലേറ്റ്സ് ഫോംഡ് ബിറ്റ്വീൻ ദ ഡോട്ടർ സെൽസ് ഡിവൈഡ് ദ സൈറ്റോപ്ലാസം ഇൻറ്റു 2 എന്ന് വെച്ചാൽ പുത്രികാമർമ്മങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് കോശദ്രവ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നു കേട്ടോ. അത് ഒന്ന് അറിഞ്ഞിരിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഏതാ കോശദ്രവ്യ വിഭജനത്തിലാണ് നമ്മുടെ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് സെൽ പ്ലേറ്റിൻ്റെ ദണ്ടിത്. അതായത് ഇത് നോക്കിക്കേ, ഇവിടെ വേർതിരിയുന്നു, ഇത് രണ്ടായിട്ട് മാറുന്നു, പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒക്കെ പടം നണ്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടോ, ഇതെല്ലാത്തിൻ്റെയും ഇതുപോലൊക്കെ തന്നെ. ഇത് സസ്യങ്ങളിലെയും അല്ല ഇത് ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ പുത്രികാമർമ്മങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് കോശദ്രവ്യത്തെ രണ്ടായിട്ടങ്ങ് വിഭജിക്കുന്നു. ആ പടത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു സ്പീഡിൽ പോകുന്നതുകൊണ്ടാണ്. നമ്മൾ ഇനി പഠിക്കുന്നത് മൈറ്റോസിസ് എന്നാൽ എന്താണ് കേട്ടോ. മൈറ്റോസിസ് എന്നാൽ എന്തെന്നല്ല കുഞ്ഞുങ്ങളെ, ഈ ക്രമഭംഗം ത്തെക്കുറിച്ച് എന്ത് നിങ്ങൾ ചോദിച്ചാൽ ഇതങ്ങ് എഴുതുന്നത് ക്രമഭംഗം മൈറ്റോസിസ് കേട്ടോ. അത് എന്നാൽ എന്തെന്ന് തന്നെ. അടുത്ത മൈറ്റോസിസ് ഇസ് എ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ബോഡി ഗ്രോത്ത് ആൻഡ് ദ റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ടിഷ്യൂസ്. ഇൻ ദ ഡോട്ടർ സെൽസ് ഫോംഡ് ത്രൂ മൈറ്റോസിസ് ദെയർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ക്രോമസോംസ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീര വളർച്ച, കലകളുടെ കേടുപാടുകൾ പരിഹരിക്കൽ എന്നിവയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ഈ ക്രമഭംഗം എന്ന് പറയുന്നത്. മൈറ്റോസിസ് എന്നാൽ എന്താണ്? നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വളർച്ച, കലകളുടെ കേടുപാടുകൾ ഇതൊക്കെ പരിഹരിക്കൽ എന്നിവയെ സഹായിക്കുന്ന കോശവിഭജനമാണ് ക്രമഭംഗം. ഈ ക്രമഭംഗം വഴി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിൽ ക്രോമസോം സംഖ്യയിൽ മാറ്റമുണ്ടാകുന്നില്ല. നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ക്രോമസോംസ്. ക്രോമസോംസിൻ്റെ ഒരു മാറ്റവും സംഖ്യയിൽ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് ഓർത്തോണം. ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ് എന്നാൽ എന്ത് കേട്ടോ. ഓക്കെ ആണേ. അടുത്ത ഈ നമ്മുടെ ടെസ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മൈറ്റോസിസ് ക്രമഭംഗത്തെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടെന്നും നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ പടമാണ് മൈറ്റോസിസ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ 18-13 പൂർത്തിയാക്കാൻ. അപ്പം ഞാനതൊന്ന് വായിച്ചു തരാം കുഞ്ഞുങ്ങളെ. ഒന്നാമത്തെ നമ്മൾ പഠിച്ചതാണ് മർമ്മ വിഭജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഫേസാണ് അല്ലേ. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, അതുപോലെ തന്നെ ടീലോഫേസ് അല്ലേ. 4 ഫേസുകളാണ്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമ്മൾ മലയാളം മീഡിയം നോക്കിയേ. പ്രോഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്രോമേഷൻ, മുമ്പ് ഞാൻ പറഞ്ഞില്ല അത് എഴുതാൻ എന്താ, ദ ക്രോമേഷൻ നെറ്റ്വർക്ക് നോക്കണേ കണ്ടൻസസ് ആൻഡ് ചേഞ്ചസ് ഇൻ ടു ക്രോമസോംസ്. പ്രോഫേസ് എന്ന് വെച്ചാൽ ക്രൊമാറ്റിൻ ജാലിക കുറുകി അങ്ങ് തടിച്ച് ക്രോമസോമുകളായിട്ട് അങ്ങ് മാറുന്നു. നമ്മുടെ ടെസ്റ്റിൽ അത് കിടപ്പുണ്ട് കേട്ടോ. എന്താണെന്നൊന്ന് പറയാൻ വേണ്ടിയാവും ഞങ്ങളെ. എന്താണ് പ്രോഫേസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ആ പടത്തിൽ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് കണ്ടൻസ് ആൻഡ് ചേഞ്ച് ഇൻ ടു ക്രോമസോംസ്. പ്രോഫൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൊമാറ്റിൻ ജാലിക നല്ലപോലെ കുറുകി തടിച്ച് ക്രോമസോമുകളായിട്ട് അങ്ങ് മാറുന്നു. എന്നാൽ മെറ്റാഫേസോ ക്രോമസോംസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സെൽ. മെറ്റാഫേസ് എന്ന് വെച്ചാൽ ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കപ്പെടുന്നു. ആ പടം കണ്ടാൽ നിങ്ങൾക്കറിയാം. പടം നോക്കണേ നിങ്ങളെ. മെറ്റാഫേസ് എന്താണ്? മെറ്റാഫേസ് ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കപ്പെടുന്നു. എന്നാൽ അനാഫേസോ the chromates separate and move towards the 2 poles of the cell as a daughter chromosomes. ഈ ക്രൊമാറ്റിഡുകൾ ക്രൊമാറ്റിഡ് കേട്ടോ, ക്രൊമാറ്റിഡ്സ് പേര് നോക്കണം നിങ്ങൾ. ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് പുത്രികാ ക്രോമസോമുകളായിട്ട് കോശത്തിൻ്റെ 2 ധ്രുവങ്ങളിലേക്ക് ഇതങ്ങ് നീങ്ങുന്നു. ആ പടം കണ്ടാൽ നമുക്കിതെല്ലാം പറയാൻ പറ്റും കേട്ടോ. പക്ഷെ പടം കാണണം. അതെ, ഇത് കണ്ടോ, ഫസ്റ്റ് കണ്ടോ, പ്ലെയർ ഒന്നും അല്ലേ, ഞാൻ പ്ലെയറിൻ്റെ കൂട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ. ഇത് കണ്ടോ, മെറ്റാഫേസ് ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത്, ഇത് കണ്ടോ മധ്യഭാഗത്തായിട്ട് വരും. ഈ പടം തന്നിട്ട് നിങ്ങളോട് എഴുതാൻ ചോദിക്കും കേട്ടോ. മധ്യഭാഗത്തായിട്ട് വരുന്നു. എന്നാൽ അനാഫേസ് ഈ ക്രൊമാറ്റിഡുകൾ അവിടെ വരുമ്പോൾ അങ്ങ് വേർപിരിഞ്ഞിട്ട് പുത്രികാ ക്രോമസോമുകളായിട്ട് കോശത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 2 ധ്രുവങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ധ്രുവങ്ങളിലേക്ക് അങ്ങ് നീങ്ങുന്നു കേട്ടോ. എന്നാലോ അടുത്തതോ ടീലോഫേസോ നോക്കൂ നിങ്ങളെ. ടീലോ ക്രോമസോംസ് ചേഞ്ച് ഇൻ ടു ക്രൊമാറ്റിൻ നെറ്റ്വർക്ക് ഡോട്ടർ ന്യൂക്ലിയർ ഫോംഡ്. ടീലോഫേസ് എന്ന് വെച്ചാൽ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികകളായിട്ട് അങ്ങ് മാറും. എന്നിട്ട് പുത്രികാ മർമ്മങ്ങൾ അവിടെ കോശം അവിടെ ഉണ്ടാകുന്നു എന്നാണ് കേട്ടോ. അത് ഈ 4 എണ്ണം ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ വലിയ ഗ്ലാമർ ഒന്നും എഴുതുന്നത് നോക്കാൻ നമ്മുടെ ടെസ്റ്റിൽ ഓൾറെഡി ഉണ്ട് കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അർത്ഥം ഒന്നും അറിയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ ഇത് എഴുതിയത്. ഇത് എഴുതേണ്ട കാര്യമില്ല, അവനവൻ്റെ ടെസ്റ്റിലുണ്ടെന്നാണ്
പക്ഷേ ഈ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഇതിൻ്റെ അർത്ഥം ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അതായത് മെറ്റോസിസ് ക്രമഭംഗത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മർമ്മ വിഭജനമെന്നും കോശദ്രവ്യ വിഭജനമെന്നും ന്യൂക്ലിയർ ഡിവിഷനാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണവും. അങ്ങനെയാണെങ്കിൽ അടുത്ത സൈറ്റോപ്ലാസ്റ്റിക് ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? പ്ലാസ്മിക് ഡിവിഷൻസ്. അതിനകത്തുള്ള പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും ഉണ്ട് അല്ലേ? എന്താണ് ഈ പ്ലാന്റ് സെല്ല്? സസ്യകോശം എന്ന് വെച്ചാൽ എന്താ? ദ സെൽ പ്ലേറ്റ് ഫോംഡ് ബിറ്റ്വീൻ ഡോട്ടർ സെൽസ് ഡിവൈഡ്സ് ദ സൈറ്റോപ്ലാസം ഇൻറ്റു 2. പുത്രികാമർമ്മങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് കോശദ്രവ്യത്തെ രണ്ടായിട്ട് അങ്ങ് വിഭജിക്കുന്നു. എന്നാൽ ആനിമൽ സെല്ലിലോ ദ പ്ലാസ്മ മെംബ്രെയിൻസ് നമ്മൾ മുമ്പ് പറഞ്ഞ ഫോൾഡ് ഇൻവേർഡ്സ് അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ സെല്ല്. പ്ലാസ്മ സ്ഥലം കോശത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഉള്ളിലോട്ടങ്ങ് മടക്കും. അത് ആനിമൽ സെല്ലിൻ്റെ പ്രത്യേകത കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കും, ഈ ഒരു വരി തന്നിട്ട് എന്തുവാന്ന് ചോദിക്കും. ദ പ്ലാസ്മ മെംബ്രെയിൻസ് ഫോൾഡ് ഇൻവേർഡ്സ് അറ്റ് ദ മിഡിൽ പാർട്ട് ഓഫ് ദ സെല്ല്. പ്ലാസ്മ സ്ഥലം കോശത്തിൻ്റെ മധ്യഭാഗത്തായി ഉള്ളിലേക്ക് മടങ്ങുന്നു. ഏതാ? ആനിമൽ സെല്ലിൻ്റെ ആണ് കേട്ടോ. പ്ലാന്റ് ആണെങ്കിലോ The cell plate formed between daughter cells divide the cytoplasm into 2. പുത്രികാമർമ്മങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സെൽ പ്ലേറ്റ് കോശദ്രവ്യത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നു. ആ പടത്തിലുണ്ട് കുഞ്ഞുങ്ങളെ. ഈ പടം നോക്കി നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ഈ ഒരു പടം തന്നിട്ട് ഇതിനെക്കുറിച്ച് എഴുതാനോ ഒക്കെ ഏത് രീതി വേണമെങ്കിലും ചോദിക്കാം. അന്നേരം കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. ഓക്കെ ആണോ അത്രയും? ഇനി അടുത്ത അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈറ്റോസിസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ കേട്ടോ. ക്രമഭംഗത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? മൈറ്റോസിസ് ഈസ് ദ ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ടു ബോഡി ഗ്രോത്ത് ആൻഡ് ദ റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ടിഷ്യൂസ്. ഇൻ ദ ഡോട്ടർ സെൽസ് ഫോംഡ് ത്രൂ മൈറ്റോസിസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ക്രോമസോംസ്. വായിക്കാൻ പറ്റുന്നുണ്ടോ? മൈറ്റോസിസ് ഈസ് ദ ടൈപ്പ് ഓഫ് ദ സെൽ ഡിവിഷൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ടു ബോഡി ഗ്രോത്ത് ആൻഡ് ദ റിപ്പയർ ഓഫ് ഡാമേജ്ഡ് ടിഷ്യൂസ്. In the daughter cells formed through mitosis, there is no change in the number of chromosomes. മൈറ്റോസിസിൻ്റെ അതല്ലെങ്കിൽ ക്രമഭംഗത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ച് 3 മാർക്കിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ. അത് വൃത്തിയായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മലയാളം ഉണ്ടല്ലോ. ക്രമഭംഗത്തിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. എന്താ? ശരീര വളർച്ച, കലകളുടെ കേടുപാടുകൾ പരിഹരിക്കൽ എന്നിവയെ സഹായിക്കുന്ന കോശ വിഭജനമാണ് ഈ ക്രമഭംഗം എന്ന് പറയുന്നത്. ഈ ക്രമഭംഗം വഴി ഉണ്ടാകുന്ന പുത്രികാ കോശങ്ങളിൽ ക്രോമസോം സംഖ്യകൾക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. മുമ്പ് നമ്മളത് പറഞ്ഞതാ കേട്ടോ. അതങ്ങ് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ. നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ ഹ്യൂമൻ ജേംസ് സെല്ല്. മനുഷ്യരിലെ ബീജോത്പാദന കോശങ്ങളിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46 എണ്ണം കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ ആ പടം ഉൾപ്പെടെ തന്നിട്ടുണ്ട്. 46 ക്രോമസോംസ് ആർ ഫൗണ്ട് ഓൺ ദ ജെർമിനൽ സെൽസ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഓർഗാനിസം. ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദന കോശങ്ങളിലെ 46 ക്രോമസോമുകൾ കാണപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ എത്ര ക്രോമസോമുകളാണെന്ന്. 46 ആണ്. അടുത്ത നമ്മുടെ ഇതൊക്കെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മൈറ്റോസിസ് സ്റ്റേജ് 1. ഊനഭംഗം. മൈറ്റോസിസ് എന്ന് വെച്ചാൽ ഊനഭംഗം അല്ലേ? ഊനഭംഗ ഘട്ടം 1ന്റെ സവിശേഷത എന്താണ്? ഒരു മാർക്കിന് ചോദിക്കാം. ഊനഭംഗം ഘട്ടം 1ന്റെ സവിശേഷത. ഇൻ ദ ഫസ്റ്റ് ഫേസ് ഓഫ് മിയോസിസ് ദ ജേംസ് സെൽ ഡിവൈഡ് ഇൻറ്റു 2 ഡോട്ടർ സെൽസ് ഈച്ച് വിത്ത് 23 ക്രോമസോംസ്. ഈ ഊനഭംഗം 1ാം ഘട്ടത്തിൽ ബീജോത്പാദന കോശം വിഭജിച്ച് 23 ക്രോമസോമുകൾ വീതമുള്ള 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു കേട്ടോ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഊനഭംഗം ഘട്ടം 1ന്റെ സവിശേഷത എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ്. ഊനഭംഗം 1ാം ഘട്ടത്തിൽ ബീജോത്പാദക കോശം അങ്ങ് വിഭജിക്കും. നമ്മുടെ പടം തന്നിട്ടുണ്ട്. അവിടെ 23 ക്രോമസോമുകൾ വീതമുള്ള 2 പുത്രികാ കോശങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടോ. എന്താ ഈ പടം കണ്ടാൽ മതി. ലൈംഗിക അവയവങ്ങളിലെ ബീജോത്പാദന കോശങ്ങൾ 46 ആണ്. ഊനഭംഗം 23 പിന്നെ ഈ 23നെ സ്പ്ലിറ്റ് ചെയ്ത് കണ്ടോ. ഓരോ ബീജങ്ങൾ ഉണ്ടാകുന്നതും അണ്ടമുണ്ടാകുന്നതും ഒക്കെ കണ്ടോ. ഇവിടെ പടം തന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് നോക്കണേ. ഓക്കെ, 1ാമത്തെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് മിയോസിസ്. അടുത്ത ചോദ്യം കുഞ്ഞുങ്ങളെ. ഊനഭംഗത്തിൻ്റെ 2ാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഊനഭംഗത്തിൻ്റെ 2ാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഈച്ച് സെൽ ഫോംഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഡിവൈഡ് ടു ഫോം 2 സെൽസ്. ദ ക്രോമസോംസ് നമ്പർ ഇൻ ദ സെൽ ഫോംഡ് ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് റിമൈൻസ് ദ സെയിം ഇൻ ദ ജേംസ് സെൽസ് ഫോംഡ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ്. ദ ഡിവിഷൻസ് ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് മിയോസിസ് ഈസ് സിമിലർ ടു മൈറ്റോസിസ്. അതായത് 2ാം ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായ ഓരോ കോശവും വിഭജിച്ച് 2 കോശങ്ങൾ വീതം ഉണ്ടാകുന്നു. 1ാം ഘട്ടത്തിൽ രൂപപ്പെട്ട കോശങ്ങളിലെ ക്രോമസോം സംഖ്യ തന്നെയായിരിക്കും 2ാം
രണ്ടാം ഘട്ടത്തിൽ രൂപപ്പെട്ട ബീജകോശങ്ങളിലും ഉണ്ടാകുക. ഊനഭംഗം രണ്ടാം ഘട്ടത്തിലെ വിഭജനം ഭംഗത്തിന് സമാനമാണെന്ന് നമുക്ക് പറയാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, ഈ പാഠത്തിലേക്ക് ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. ഇതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. മിയോസിസും മൈറ്റോസിസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്ത നമ്മുടെ ടെസ്റ്റിലെ അടുത്ത ചോദ്യം പറഞ്ഞില്ല, മനുഷ്യരിലെ ബീജോത്പാദന കോശങ്ങളെ ക്രോമസോം സംഖ്യ, ക്രോമസോം 46 ആണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞത്, എന്നാൽ ഒന്നുകൂടെ പറഞ്ഞതാ. ബീജോത്പാദന പ്രക്രിയയിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം? ടെസ്റ്റിലെ ഒരു ചോദ്യം അത് കേട്ടോ. ബീജോത്പാദന പ്രക്രിയയിൽ കേട്ടോ, അത് ഞാൻ വരച്ചില്ലെന്ന് വിചാരിച്ച് അല്ല, അത് അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യം കേട്ടോ. ബീജോത്പാദന പ്രക്രിയയിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണപ്പെടുന്ന വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ഒബ്സർവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഗാമേറ്റ്സ് ഫോർമേഷൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ റിസൾട്ട് ഓഫ് മിയോസിസ് 1 germ cell in the testis produces 4 daughter cells. In the ovary, when meiosis occurs in the germ cells, 1 large ovum and 3 small cells are formed. These small cells which do not have the ability to reproduce are known as polar bodies. കേട്ടോ, ഇംഗ്ലീഷ് മീഡിയക്കാർ കണ്ട ചോദ്യം കണ്ടാണോ നിങ്ങൾ? ഇത്ര ഈ മൂന്ന് സെൻറ്റൻസ് തന്നെ എഴുതണം കേട്ടോ. മലയാളം മീഡിയക്കാരോ, നമ്മുടെ വൃഷണത്തിലെ ഒരു ബീജോത്പാദക കോശങ്ങൾ ഊനഭംഗം നടക്കുമ്പോൾ 4 പുംബീജങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ അണ്ഡാശയത്തിലെ ബീജോത്പാദന കോശങ്ങളിൽ ഊനഭംഗം നടക്കുമ്പോൾ ഒരണ്ടം മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത മറ്റു 3 കോശങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പോളാർ ബോഡികൾ എന്ന് പറയുന്നത്. 4 പുംബീജങ്ങൾ ഉണ്ടാകും. മനസ്സിലായോ? വൃഷണത്തിലെ ഒരു ബീജോത്പാദന കോശങ്ങളിൽ ഊനഭംഗം നടക്കുമ്പോൾ 4 പുംബീജങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ അണ്ഡാശയത്തിലെ ബീജോത്പാദന കോശങ്ങളിൽ ഊനഭംഗം നടക്കുമ്പോൾ ഒരു അണ്ടം മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുത്തുള്ളൂ. അപ്പോൾ ബാക്കിയുണ്ടല്ലോ, പ്രത്യുൽപാദന ശേഷി ഇല്ലാത്ത മറ്റ് 3 കോശങ്ങളുണ്ടല്ലോ, അതിനെ നമ്മൾ പോളാർ ബോഡികൾ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ അത്രയും വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഒരു പാർട്ടൂടെ വേണോ നിങ്ങൾ, എന്നാലേ നമ്മൾ തീരത്തുള്ളൂ. ഇത് വലിയൊരു ചാപ്റ്ററാണ്. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ദിവസങ്ങൾ വളരെ എളുപ്പം, ഓരോ ദിവസങ്ങളും പോവുകയാണ്. നമ്മുടെ എക്സാം വരാറായി. ടൈം ടേബിളൊക്കെ എല്ലാവർക്കും കിട്ടിയോ കേട്ടോ? ഓരോ ചാപ്റ്റർ, നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും, നമ്മുടെ തുടക്കം 1ാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് നമ്മുടെ ലാസ്റ്റ് 18ാമത്തെ വരെയുള്ള ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ. ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും സോഷ്യൽ ആയാലും കേട്ടോ, മാത്സ്, ഏത് വിഷയവും നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയമോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യും നിങ്ങൾ കേട്ടോ. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.